ഭീതിയോടെ ഉറ്റുനോക്കിയ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ സാമ്പത്തിക സിരിയായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്കൻ മിസൈലുകൾ പതിച്ചു. പക്ഷെ ഇത് വെറും ഒരു വ്യോമാക്രമണം മാത്രമല്ല. ജപ്പാനിലെ താവളത്തിൽ നിന്ന് ആയിരക്കണക്കിന് US മറീനുകൾ അത്യാധുനിക യുദ്ധ കപ്പലുകളിൽ ഇറാൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. ഈ അമേരിക്കൻ പട പശ്ചിമേഷ്യയിൽ എത്തുമ്പോൾ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ആഗോള എണ്ണ വിപണിയെ ഈ നീക്കം എങ്ങനെ ബാധിക്കും? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇറാന്റെ സാമ്പത്തിക ഭദ്രതയുടെ ആണിക്കല്ലായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ഈ ദ്വീപിനെ തളർത്തുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് അടയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ആകാശത്തു നിന്നുള്ള ആക്രമണം കൊണ്ട് അമേരിക്ക നിർത്തുന്നില്ല. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള US സൈനിക താവളത്തിൽ നിന്ന് 2500 US മറീനുകൾ പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. USS ട്രിപ്പോളി എന്ന പടകൂറ്റൻ യുദ്ധ കപ്പലിലാണ് ഇവരുടെ യാത്ര. കരയിലും കടലിലും ഒരുപോലെ പോരാടാൻ വൈദഗ്ധ്യമുള്ള ഈ സൈന്യം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാണ്. ഇറാന്റെ ഏതെങ്കിലും പ്രദേശം നേരിട്ട് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് സംരക്ഷണം നൽകാനോ ഇവരെ വിന്യസിച്ചേക്കാം. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിന്യസിക്കപ്പെടുന്ന ആദ്യത്തെ കരസേന വിഭാഗമാണിവർ. USS ട്രിപ്പോളിക്കൊപ്പം അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകും. കടലിൽ കപ്പലുകളെ ലക്ഷ്യമിടുന്ന സൂയിസൈഡ് ഡ്രോണുകൾ US നാവികസേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സൈനിക ശേഷി ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുന്നത് യുദ്ധം ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടു നിൽക്കുമെന്നതിന്റെ സൂചനയായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായാൽ അത് നേരിടാൻ പൂർണ്ണ സജ്ജമായാണ് അമേരിക്ക നീങ്ങുന്നത്. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇസ്രായേൽ ഇറാൻ അതിർത്തിയിൽ ഇപ്പോൾ തന്നെ കനത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ സേനയുടെ വരവ് ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് കാരണമായേക്കാം. യുദ്ധം മുറുകുന്നതോടെ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എണ്ണവില ബാരലിന് $150 എത്തുകയാണെങ്കിൽ അത് എല്ലാ മേഖലകളെയും ബാധിക്കും. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കും. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ സുരക്ഷയും വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. US മറീനുകൾ പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് ഇറങ്ങുന്നത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ എണ്ണ ശൃംഖല അറുത്തുമാറ്റാൻ അമേരിക്ക തുനിയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. പെട്രോൾ വിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം മുതൽ ആഗോള സാമ്പത്തിക മാന്ദ്യം വരെ നീളുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത്.